നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം കരൾ രോഗമാണ്. അതിൻ്റെ രോഗലക്ഷണങ്ങളും വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നും പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ സുധീന്ദ്രനാണ്, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സർജറി, അമൃത ഹോസ്പിറ്റൽ. നമസ്കാരം ഡോക്ടർ. പൊതുവേ നമ്മൾ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആൽക്കഹോളിക്സിനെ ബന്ധപ്പെട്ടിട്ടാണ് പറയുക. അതല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ടാവും? നല്ല ചോദ്യമാണ്. കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മദ്യം കൊണ്ട് മാത്രമേ ഇത് വരുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ തന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 പേരെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 30 പേര് മാത്രമേ ഉള്ളൂ മദ്യം കൊണ്ടുള്ളത്. അതേപോലൊരു 30 നമ്പർ ഒട്ടും മദ്യം കഴിക്കാത്ത ആൾക്കാരായിരിക്കും. സ്ത്രീകളായിരിക്കാം, കുട്ടികളായിരിക്കാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയും പ്രശ്നമാണ്. അതായത് കണ്ടമാനം കാർബോഹൈഡ്രേറ്റ്സ്, കണ്ടമാനം ഫാറ്റ്, എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറയും. അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആഹാരം, നമ്മുടെ പൊറോട്ടയും ബീഫും നമ്മുടെ മലയാളികളുടെ ഒരു സ്റ്റാൻഡേർഡ് ഭക്ഷണമുണ്ട്. അപ്പം അത് ആക്ച്വലി നമ്മുടെ ഒരു രീതിയിലും നല്ലതല്ല. അതിന് എല്ലാ രീതിയിലുള്ള ദോഷങ്ങളുണ്ട് താനും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എക്സസൈസ് ഇല്ല, ഒട്ടും എക്സസൈസ് ഇല്ല. നമ്മൾ തടി വയ്ക്കുക എന്നുള്ളത്. നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് ആണ് നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പാരാമീറ്റർ. അപ്പോൾ ഈ വയറ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ നമ്മുടെ ലിവർ മാത്രമല്ല, ലിവർ, ഹാർട്ട്, കിഡ്നി എല്ലാം അവയവങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ഡയറ്റും എക്സസൈസും നമ്മുടെ മദ്യത്തിനേക്കാളും ലിവർ രോഗം വരുത്താൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മദ്യം കൂടെ വരുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ ഈ കരൾ രോഗം വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടും. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന കരൾ രോഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ സിറോസിസ് എന്നാണ് സാധാരണയുള്ള കരൾ രോഗത്തിൻ്റെ ആ മൂർച്ഛനാവശ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എപ്പോഴും ഫാറ്റി ലിവറാണ്. അത് കേരളത്തിൽ വളരെയധികം കോമൺ ആണ്. നമ്മൾ വഴി കൂടെ പോകുന്ന 100 പേരെ പിടിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 60 പേർക്കെങ്കിലും 70 പേർക്ക് 60 to 70% ആൾക്കാർക്ക് ഫാറ്റി ലിവറുണ്ട്. അത് ഗ്രേഡ് 1, 2, 3 എന്ന് പറഞ്ഞെങ്കിൽ പോകും. അതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് ഫൈബ്രോസിസ് എന്ന് പറയും. അതും കഴിഞ്ഞുള്ള സ്റ്റേജാണ് സിറോസിസ്. അപ്പോൾ അതാണ് ഈ കരൾ രോഗത്തിൻ്റെ ഏറ്റവും അതെ. അത് വന്നു കഴിഞ്ഞാലാണ് പ്രോബ്ലം. അത് ഈ ഫാറ്റി ലിവറും ഈവൻ ഫൈബ്രോസിസിൻ്റെ ഒരു സ്റ്റേജ് വരെ നമുക്കത് റിവേഴ്സിബിളാണ്. നമുക്കത് തിരിച്ച് പഴയ നോർമലിലോട്ടാക്കാം. പക്ഷേ സിറോസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് മാറില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ കൊണ്ടുള്ള ഡാമേജ് വന്നിട്ട് ലിവറിൽ വന്ന ചേഞ്ചാണ്. അത് പിന്നെ നമുക്ക് നോർമലാക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഡെഫിനറ്റ്ലി ഒന്നാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയും. അത് ഈ ഫാറ്റ് ലിവർ വന്ന് ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറ്റും ലാക്ക് ഓഫ് എക്സസൈസും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഇത്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പ്രശ്നം വരാം, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് പ്രശ്നം വരാം, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് പ്രശ്നം വരാം. അതൊക്കെയുണ്ട്. പിന്നെ അത് കൂടാതെ അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്നൊരു കണ്ടീഷനുണ്ട്. അത് സിറോസിസ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇയാളെ പോലെ നോർമലായിട്ടുള്ള ആൾക്ക് ചിലപ്പം ദിവസങ്ങൾ കൊണ്ട് ഈ ഡാമേജ് വരാം. അതിൻ്റെ കാര്യം ഇൻഫെക്ഷൻസ് ആണ് യൂഷ്വലി. ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ് A, B, C, D എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വരാം. പിന്നുള്ളത് പലതരത്തിലുള്ള ഡ്രഗ്സ്. അത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ അലോപ്പതി മരുന്നിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്, ആയുർവേദം, ഹോമിയോന് സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളത് വളരെയധികം തെറ്റാണത്. അലോപ്പതി പോലെ തന്നെയാണ് ആയുർവേദവും പല ഹോമിയോ മരുന്നിനും ഡാമേജ് വരുത്തുന്നത്. എസ്പെഷ്യലി ആയുർവേദത്തിൻ്റെ പല മരുന്നുകൾക്കും ഡാമേജ് വരുത്താം. അലോപ്പതി ആണെങ്കിൽ നമുക്ക് എന്ത് മരുന്നിന് എന്ത് ഡാമേജ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആയുർവേദം പലതും നമുക്ക് അതിൻ്റെ എന്താണ് കണ്ടൻസ് പോലും അറിഞ്ഞുകൂടാ. പിന്നെ അലോപ്പതി പല മരുന്നുകളുണ്ട്, പല മരുന്നുകൾക്കും ഇങ്ങനത്തെ ഡാമേജ് വരുത്താം. ഒക്കെയാണ് യൂഷ്വൽ കാര്യങ്ങൾ. ഓക്കെ, പൊതുവെ ഇതിലൊക്കെ കണ്ടുവരുന്ന സിംറ്റംസ് ഒന്ന് പറയുമോ? പ്രധാനപ്പെട്ട രോഗങ്ങളും അവയിൽ കണ്ടുവരുന്ന എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആദ്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ രോഗലക്ഷണങ്ങൾ വന്ന് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലിവറിൻ്റെ 50% കൂടുതൽ ഡാമേജ് ആയെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 50% ഡാമേജ് വരുന്നത് വരെ പലപ്പോഴും നമുക്ക് ഒരു രീതിയിലുള്ള സിംറ്റംസും കാണില്ല. ഫാറ്റി ലിവറിന് ഒരു സിംറ്റവും കാണില്ല. എല്ലാവരും വിചാരിക്കും വേദന ഉണ്ട്, അങ്ങനെയൊന്നും വരില്ല. നമ്മൾ അറിയത്തേ ഇല്ല. സ്കാൻ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഈവൻ ബ്ലഡ് ടെസ്റ്റ് പോലും പലപ്പോഴും നോർമലായിരിക്കും. പക്ഷെ വന്ന് സിംറ്റംസ് തുടങ്ങി കാണിക്കുമ്പോഴത്തേക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ആ സിംറ്റമാണ്, കണ്ണിൽ മഞ്ഞ വരിക. പിന്നെ അത് കൂടാതെ നമുക്ക് ക്ഷീണം, ഫെറ്റീഗ്, നല്ല ടയർഡ്നെസ് ആവും. പിന്നെ വെയിറ്റ് ലോസ് വരും, നന്നായിട്ട് മസിൽ ലോസ് അങ്ങ് വരും. കാരണം ഈ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിവറാണ്. അപ്പോൾ ആ ലിവറിന് ആ പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസിൽ ലോസ് നന്നായിട്ട് വരും. പിന്നെ കാലിൽ നീര് വരിക, വയറിൽ വീർപ്പ് വരിക. പിന്നെ ഓഫ് കോഴ്സ് രക്തം ഛർദ്ദിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഒരു മേജർ കരൾ രോഗത്തിൻ്റെ ഭാഗമായി നല്ല ചാൻസ് ഉണ്ട്.
ഓക്കെ, നമുക്കപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റും? അതായത് ഈ 50% ഡാമേജ് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് റൊട്ടീനായിട്ട് ചെക്കപ്സ് വേണ്ടി വരുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ഇത് സെയിം ടെസ്റ്റ് തന്നെയാണ്. അത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ള ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അഗെയിൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് നോർമൽ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലിവർ നോർമൽ ആണെന്ന് അനുമാനിക്കരുത്. അത് 50% ഇല്ല, ചിലപ്പോൾ 45% ഡാമേജ് ആയി കഴിഞ്ഞാലും ആ ടെസ്റ്റ് നോർമലായിരിക്കും. ആ ടെസ്റ്റിനകത്ത് അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം നല്ല ഡാമേജ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഇതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് ടെസ്റ്റ് അബ്നോർമലായിട്ട് വരാം. നമുക്ക് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ടെസ്റ്റാണ് SGOT SGPT എന്ന് പറയും. അപ്പം അവർ നോക്കി ഡോക്ടറിൻ്റെ SGOT SGPT നോർമലാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോയി മദ്യപിക്കാമല്ലോ. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. SGOT SGPT കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ലിവറിൻ്റെ നല്ലൊരു ഭാഗം ഡാമേജ് ആയി തുടങ്ങി എന്നുള്ളതാണ്. മനസ്സിലല്ലേ? പലപ്പോഴും ഈ സിറോസിസ്, അതായത് കരൾ രോഗം ബാധിച്ച ആൾക്കാർക്ക് SGOT SGPT ഒരു ചേഞ്ചും വരില്ല. SGOT SGPT ചേഞ്ച് മീൻസ് ലിവറിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ വരുമ്പോഴുള്ള ചേഞ്ചസ് ആണത്. അത് ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ്, ചില ടൈപ്പുള്ള ഫാറ്റ് ലിവർ വന്നിട്ട് ഇൻഫെക്ഷൻ വന്ന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കൂടാം. പക്ഷേ ഇതെല്ലാം നോർമലാണെങ്കിൽ പോലും നമുക്ക് നോർമലാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്കാനിങ് ആണോ നമ്മൾ ചെയ്യേണ്ടത്? സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ ഫാറ്റ് ലിവർ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ സിറോസിസ് അറിയണമെന്നില്ല. 90% നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അഗെയിൻ അത് നല്ല എക്സ്പേർട്ട് ചെയ്യാതെ അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്കോയുടെ പാറ്റേൺ വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത്. സോ ഈ പറഞ്ഞ പോലെ സിറോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് 3 സ്റ്റേജ് ഉണ്ട്, ABC എന്ന് പറയും. ആ A സ്റ്റേജിൽ പലപ്പോഴും ഈവൻ അൾട്രാസൗണ്ട് സ്കാൻ പോലും നോർമലായിരിക്കാം. ഈവൻ CT സ്കാൻ പോലും വളരെ ഇതായിട്ട് ചിലപ്പോൾ നോർമലായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സോ ഈ ടെസ്റ്റിനകത്ത് എല്ലാത്തിനകത്തുള്ള പ്രോബ്ലം അതാണ്. അത് നോർമലായി കഴിഞ്ഞാലും ഇത് ലിവർ നോർമലാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു 90% ഈ ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും CT സ്കാനും നമുക്ക് ഒരുമാതിരി അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ചില പ്രായങ്ങളിൽ കരൾ രോഗം കോമൺ ആണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പോൾ ചില അസുഖങ്ങൾ ഓബിയസ്ലി നമ്മൾ പ്രായം കൂടുന്തോറുമാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത്, സംശയമില്ല. കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്? കുട്ടികളിലും ഉണ്ട്, കുട്ടികളിലും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിലേക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക? സോ യൂഷ്വലി 2 രീതിയിലുള്ള ലിവർ അസുഖത്തിനാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരുന്നത്. 75-80% നേരത്തെ പറഞ്ഞ പോലെ സിറോസിസ്, അതായത് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിന് വർഷങ്ങൾ കൊണ്ടുവരുന്ന ഡാമേജാണ്. അത് സാധാരണഗതിയിൽ ഒരു 8 മുതൽ 10 വർഷം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാമേജ് കൊണ്ട് വരുന്നതാണ്. അത് മദ്യമായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറ്റിൻ്റെ ആയിരിക്കാം, ഫാറ്റ് ലിവർ മാറി വരുന്നതായിരിക്കാം. അങ്ങനെ യൂഷ്വലി 10 വർഷം പിടിക്കും. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ A സ്റ്റേജിനകത്ത് 50% ലിവറിൻ്റെ ഫംഗ്ഷൻ പോയ സ്റ്റേജാണ്. എന്നാലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് അപ്പോൾ ആവശ്യമില്ല. അത് B സ്റ്റേജും കഴിഞ്ഞ് C സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വരുന്നത്. അതായത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പുള്ളി 6 മാസത്തിനകം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന് മരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുന്നത്. അപ്പം ആ ഒരു യൂഷ്വലി C സ്റ്റേജ് എന്ന് പറയും, C സ്റ്റേജിൻ്റെ സിറോസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അക്യൂട്ട് ലിവർ ഫെയിലിയർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഇപ്പോൾ ചില ഹെപ്പറ്റൈറ്റിസ് A ഇപ്പം കേരളത്തിൽ ആക്ച്വലി വളരെ കോമൺ ആണ്. നമ്മുടെ എനിക്ക് ഈ വെള്ളത്തിൻ്റെയൊക്കെ കിണറ്റിലെ വെള്ളം അവിടെ നിന്നൊക്കെ വരുന്ന പ്രോബ്ലമാണത്. ഹെപ്പറ്റൈറ്റിസ് Eയും ഇവിടെ കേരളത്തിൽ കുറവാണ്, എന്നാൽ അതും വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാം. അത് 80-85% ആൾക്കാർക്കും യൂഷ്വലി ലിവർ തന്നെ റീജനറേറ്റ് ചെയ്ത് വന്നോളും ഡാമേജ് വന്നാൽ. പക്ഷേ ഒരു 10-15% ആൾക്കാർക്ക് ആ റീജനറേഷൻ നടക്കില്ല, കാരണം അത്രയ്ക്ക് സിവിയർ ഡാമേജ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കും ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു വിയേർഡ് ഒരു കാരണം എന്ന് പറയുന്നത് എലിവിഷം. പലരും സൂയിസൈഡിന് വേണ്ടി കഴിക്കും, എസ്പെഷ്യലി ലവ് അഫെയർ പ്രശ്നം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്കില്ല, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയ വഴക്ക്. എലിവിഷം അതിനകത്ത് സിങ്ക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണത്. അത് ചെറിയൊരു എമൗണ്ട് പോയാൽ മതി. അത് നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് പല്ല് തേക്കുന്ന പോലെ അത്രയും കുറച്ച് എമൗണ്ട് പോയി കഴിഞ്ഞാൽ മതി. അത് ഇമ്മീഡിയറ്റ് ഡാമേജ് വരില്ല, ഒരു 4-5 ഡേയ്സ് എടുക്കും. എന്നിട്ട് ലിവറിന് സിവിയർ ഡാമേജ് വന്നിട്ട് അത് ട്രാൻസ്പ്ലാന്റ് വരെ പലർക്കും വേണ്ടി വന്നിട്ടുണ്ട്. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ്? ലിവർ ട്രാൻസ്പ്ലാന്റ് വളരെ മേജർ ഓപ്പറേഷനാണ്. ഇപ്പോൾ നമ്മുടെ അമൃതയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 90% സക്സസ് റേറ്റ് ആണ്. യൂഷ്വലി ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അഗെയിൻ അത് ഡിപ്പെൻസ് ഓൺ ഏത് സ്റ്റേജിലാണ് അവർ വരുന്നതനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വരുമ്പോഴത്തേക്കും വളരെ ഒരു അഡ്വാൻസ് സ്റ്റേജിലായിട്ടായിരിക്കും വരുന്നത്. അതായത് വളരെ മോശമായി സിക്കായിട്ട് പലപ്പോഴും കിഡ്നി ഫെയിലറും അതിൻ്റെ എല്ലാം വളരെയധികം ശോഷിച്ചൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സക്സസ് റേറ്റ് കുറയും. എന്നാലും 85% കൂടുതൽ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട്. പിന്നെ എല്ലാ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് വരുന്നത്?
അതോ ജനറ്റിക്സിന് ഇതിന് പങ്കുണ്ടോ? ജനറ്റിക്സിനുള്ള അസുഖങ്ങളുണ്ട്, പക്ഷേ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാവുന്ന കുറേ അസുഖങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു പ്രത്യേക അസുഖം ബിലിയറി അട്രീസിയ എന്ന് പറയും. അതായത് നമ്മുടെ ഈ ലിവറാണ് ഈ പിത്തരസം ഉണ്ടാക്കുന്നത്, ബൈൽ എന്ന് പറയുന്നത്. കൊഴുപ്പ് അലിയിക്കാൻ വേണ്ടി ലിവർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ലിവർ ഉണ്ടാക്കിയിട്ട് അത് ഓരോ കോസ്റ്റിൽ നിന്നും കൊച്ചു കൊച്ചു ട്യൂബ് വഴി അത് വിട്ടിട്ടാണ് അത് കുടലോട്ട് വരുന്നത്. പിത്ത ട്യൂബ് വഴിയാണ് താഴോട്ട് വരുന്നത്. ആ പിത്ത ട്യൂബ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യില്ല, ബിലിയറി അട്രീസിയ എന്ന് പറയും. അത് പല കുട്ടികൾക്കും വരുന്നതാണ്. അത് ആക്ച്വലി അത് ഫെമിലിയറായിട്ട് വരുന്നതല്ല, ആർക്കാണെങ്കിലും വരാം. കുട്ടികൾക്ക് ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ പ്രശ്നം വരും. പിന്നെ അതല്ലാതെ പല എൻസൈം ഡെഫിഷ്യൻസി, ഇതിൽ ലിവറിലുണ്ടാകുന്ന എൻസൈമിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല രീതിയിലുള്ള ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഇപ്പോൾ കോപ്പറിൻ്റെ നമ്മുടെ കോപ്പർ എന്നുള്ള സംഭവം നമ്മുടെ ഡയറ്റിൽ വളരെ കൂടുതലാണ്. കോപ്പർ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാ കോപ്പർ കളയുന്നത് ലിവറാണ്, ബൈൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വിൽസൺസ് ഡിസീസ് എന്നൊരു അസുഖം വരും. വിൽസൺസ് ഡിസീസ് അതും നമുക്ക് റിലേറ്റീവ്ലി കോമൺ ഒരു അസുഖമാണ്. ഇതൊക്കെ ജനറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുക, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള ചില ഫോളോ അപ്സ് ഉണ്ടാവും. അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ഒബ്വിയസ്ലി നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസിക്കലി അവരെ ആ സമയത്തുള്ള അവരുടെ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പറേഷൻ പറ്റുമെന്നാലും നന്നായിരിക്കും. പലപ്പോഴും അവർക്ക് അതിനുവേണ്ടി പറ്റില്ല, കാരണം അവർ അത്ര വീക്കായി പോകും. പക്ഷേ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബിക്കോസ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ലിവർ സാധാരണ ലിവറിനേക്കാളും വളരെ സെൻസിറ്റീവാണ് ഡാമേജിന്. അപ്പം ഓബ്വിയസ്ലി പറയാതിരിക്കാതെ തന്നെ മദ്യം ഒട്ടും പാടില്ല, ഒരു പെഗ് പോലും കഴിക്കാൻ പാടില്ല. അത് വളരെ മസ്റ്റാണ്. പിന്നെ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയറ്റും എക്സസൈസും നന്നായിട്ട് നോക്കണം. എല്ലാവർക്കും പേടിയാണ്, മനസ്സിലായി, എക്സസൈസ് ചെയ്തുകൂടാ, അങ്ങോട്ട് പോയിക്കൂടാ. പലപ്പോഴും കാണുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് വെളി വിടില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കണം. ജോലിക്ക് വിടില്ല, ഡ്രൈവ് ചെയ്യാൻ വിടില്ല, അത് പാടില്ല. അവർക്ക് ദേ നീഡ് ടു ഗെറ്റ് ദ നോർമൽ ലൈഫ്, ദേ നീഡ് ടു ഗെറ്റ് നോർമൽ എക്സസൈസ്. ഇത് അവരെ വീട്ടിൽ ഇരുത്തുമ്പോൾ അവർക്ക് ചുമ്മാ ആഹാരം കൊടുക്കും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അവർ വണ്ണം വെച്ച് പോകും. അങ്ങനെ വെച്ച് പോകുമ്പോഴത്തേക്കും ആ ട്രാൻസ്പ്ലാന്റ് ലിവർ പിന്നെയും ഫാറ്റിയായി അത് പ്രോബ്ലം വരും. സോ എഗെയിൻ ഈ ഡയറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ബേസിക്കലി അത്രയേ ഉള്ളൂ, നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. പിന്നെ ഓഫ് കോഴ്സ് അവർക്ക് അതിൻ്റെ ഈ ഇമ്മ്യൂണോ സപ്രഷനുള്ള ഗുളിക കഴിക്കേണ്ടി വരും, റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളിക. അത് ലൈഫ് ലോങ് വേണ്ട ഗുളികയാണ്, അത് കൃത്യമായിട്ട് എന്തായാലും കഴിക്കേണ്ടി വരും. എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അവർ വന്ന് കൺസൾട്ട് ചെയ്യണം? അത് ഡിപ്പെൻസ്. ആദ്യത്തെ ഇമ്മീഡിയറ്റ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ യൂഷ്വലി 1 to 2 വീക്കിൽ ഇൻ്റർവെല്ലിൽ ആദ്യം കാണും. 3 to 4 months കഴിഞ്ഞാൽ പിന്നെ ഒരു 2 months 3 months ഇൻ്റർവെല്ലിൽ, പിന്നെ ഫൈനലി എവറി 6 months. അതും എവറി 6 months കാണും എല്ലാവരെയും. പൊതുവെ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് ലിവർ ഇല്ലേ, ഡോണേഴ്സ് എങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നത്? പിന്നെ ഈ ഡോണർ തരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫോളോ അപ്പിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ടോ? ഡോണേഴ്സ് അത് നമ്മുടെ ആക്ച്വലി നമ്മളിപ്പോൾ ഇന്ത്യയിലും വെസ്റ്റേൺ കൺട്രീസിലും തികച്ചും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ആ ഡോണേഴ്സിൻ്റെ കാര്യം. വെളിയിലൊക്കെ അമേരിക്ക, യൂറോപ്പ്, ജർമ്മനി, ഇംഗ്ലണ്ട് കൺട്രീസിലൊക്കെ പ്രധാനമായിട്ടും ഈ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗികളാണ്, മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരാണ്. അവരുടെ നിന്നാണ് നമുക്ക് ഈ ഓർഗൻസ് കിട്ടുന്നത്. അത് ലിവർ മാത്രമല്ല, ഹാർട്ട്, കിഡ്നീസ്, ലങ്സ് എല്ലാം കിട്ടും. അതായത് ഈ ബ്രെയിൻ ഡെത്ത്, നമ്മൾ സാധാരണ നമ്മളൊരാൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നിൽക്കുമ്പോഴാണ് അവർ മരിച്ചെന്ന് പറയുന്നത്. പക്ഷേ അതല്ലാത്ത ഒരു ഡെത്തും കൂടെ ഉണ്ട്, ബ്രെയിൻ ഡെത്ത് എന്ന് പറയും. കാരണം നമ്മുടെ ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി മരിച്ച പോലെ തന്നെയാണ്. പക്ഷേ ഈ ബ്രെയിനിൻ്റെ ഒരു പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസം വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ബ്രെയിൻ വേണം. ആ ബ്രെയിൻ ഡാമേജ് വരുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ശ്വാസം അങ്ങ് നിൽക്കും. ശ്വാസം ഒരു 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമുക്ക് ഓക്സിജൻ കിട്ടാതെ എല്ലാ ഓർഗനും മരിക്കും. പക്ഷേ ആ ഒരു സമയത്ത്, അതായത് ബ്രെയിൻ ഡെത്ത് ആകുന്ന സമയത്ത് ഈ മൊത്തം ഓർഗൻസ് മരിക്കുന്നതിന് മുമ്പ് അവർ വെന്റിലേറ്ററിലാക്കി നമ്മൾ ഓക്സിജൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ഓർഗൻസ് കുറച്ച് നേരം കൂടെ നിൽക്കും. ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച വരെ ചിലപ്പോൾ നമുക്ക് ആ വെന്റിലേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റും. വെന്റിലേറ്റർ നിർത്തി കഴിഞ്ഞാൽ ഓഫീസിൽ അപ്പം തന്നെ തീരും. സോ ദേ ആർ ഡെഡ്, മനസ്സിലായി. പക്ഷേ അവരുടെ നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഓക്സിജനും കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഹാർട്ട് കുറച്ച് നേരം കൂടെ ബീറ്റ് ചെയ്യും. അതാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് വെളിയിലുള്ള 95% ഓർഗൻസും എടുക്കുന്നത്. നമ്മളെന്ത് ചെയ്യും, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെന്ത് ചെയ്യും, നമ്മളവരെ കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിച്ച് കളയും. അവരുടെ ഓർഗൻസ് നമ്മൾ കഷ്ടകാലത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ ജീവനുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 2 കിഡ്നി ഉള്ള 1 കിഡ്നി അവരിൽ നിന്ന് എടുക്കാം. ലിവറിൻ്റെ കേസിൽ ലിവർ ഒന്നേ ഉള്ളൂ, പക്ഷേ അതിന് 2-3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മുറിച്ച് നമ്മളൊരു ഭാഗമായിട്ട് എടുക്കണം. അപ്പോൾ അതാണ് ലിവിങ് ഡോണർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി അവർക്ക് ഈ ചോദിച്ച പോലെ അവർക്കൊരു മേജർ ഓപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ അവർ നമ്മൾ സാധാരണ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ അവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാ അവയവങ്ങളും 100% നോർമലാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അവർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർ 2 ആഴ്ചയോളം കിടക്കേണ്ടി വരും, 2 months റെസ്റ്റ് വേണ്ടി വരും. പക്ഷേ ഒബ്വിയസ്ലി ആ എടുക്കുന്ന ലിവർ നമുക്ക് 60% കൂടുതൽ നമ്മൾ എടുക്കും പലപ്പോഴും. അത് 3 months കൊണ്ട് മുഴുവനായിട്ട് വന്നോളും. വന്നിട്ട് അവർക്ക് നോർമൽ ലൈഫ് തന്നെയാണ്, അതിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ഇപ്പം ഈവൻ
ഫോർ എക്സാമ്പിൾ പല പെൺകുട്ടികൾ അവരുടെ അച്ഛന്മാർക്ക് വേണ്ടി ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട്. അവർക്ക് പിന്നെ മാരേജിനോ കുട്ടികളുണ്ടാകാനോ ഒന്നും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. മാത്രമല്ല ഇപ്പം നമ്മൾ ഡോണേഴ്സിൻ്റെ ഓപ്പറേഷൻ കൂടുതലും ചെയ്യുന്നത് കീ ഹോൾ വഴിയാണ്, റോബോട്ടിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ മുറിവും വരുന്നില്ല. അത് കോസ്മെറ്റിക് ആയിട്ടുള്ള മുറിവൊക്കെയാണ്, അത് മുറിവും കാണുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് എ മേജർ ഓപ്പറേഷൻ, അതൊരു സിമ്പിൾ ഓപ്പറേഷൻ അല്ല. ഡെഫിനറ്റ്ലി അതിൻ്റേതായ നമ്മുടെ രോഗിക്ക് കൊടുക്കുന്ന അതേ റെസ്റ്റ് ഏകദേശം ഇവർക്കും വേണ്ടി വരും. 2 months മിനിമം വേണ്ടി വരും. അവർക്കും ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം, അതൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഡെയിലി ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ വേറെ എന്തെങ്കിലും അസുഖം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗ്യാസിനൊക്കെ മെയിൻലി ഡെയിലി കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അത് കരളിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് 100% ശരിയാണത്. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും അത് ആദ്യം പോകുന്നത് കരളിലോട്ടാണ്. നമ്മുടെ കൊറടിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ഈ രക്തക്കുഴൽ വഴി നേരെ കരളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കരളിലാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും മാക്സിമം ബ്രണ്ട് വരുന്നത്. ഈ ഗ്യാസിൻ്റെ മരുന്നുള്ള സംഭവം നമ്മുടെ ലോകത്തിലെ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നമാണ്. എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കും. അത് ആക്ച്വലി നല്ലതല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അവർ ഡ്രഗ് കൺട്രോൾ അതിനെക്കുറിച്ച് കിഡ്നി ഡാമേജ് വരും എന്നുള്ള ഇപ്പോൾ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ അവർ അതിൻ്റെ വാർണിംഗ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമേ അല്ല. നമ്മുടെയൊക്കെ ഇന്ത്യയിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇഷ്ടമുള്ള മരുന്ന് വാങ്ങിക്കാം. വെളിയിലൊന്നും അങ്ങനെ പറ്റില്ല. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. പല രീതിയിലുള്ള മരുന്നുകൾക്കും ഒത്തിരി ഡാമേജ് ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ പൊതുവേ നമ്മൾ ഈ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻസ് എടുക്കുന്നവരുണ്ടല്ലോ, അത് ചിലപ്പോൾ ഈ ലേഹ്യം പോലെ എന്തെങ്കിലും ആവാം. അപ്പോൾ അതൊക്കെ ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? അലോപ്പതിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മരുന്ന് ഫൈനലി വന്ന് നമ്മുടെ കൺസ്യൂമറായിട്ട് വിൽക്കാനാകുന്നവരെ 20 yearsോളം ഉണ്ട് അതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അത് ആദ്യം ആനിമൽസിൽ സ്റ്റഡി നടത്തും, പിന്നെ ഹ്യൂമൻസിൽ 3 സ്റ്റേജിൽ 3 ഫേസിൽ സ്റ്റഡി നടത്തും. അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അപ്പോൾ തന്നെ ആ മരുന്ന് ബാൻഡാണ്, വെളിയിലോട്ട് വരില്ല. സോ ബൈ ദി ടൈം ആ മരുന്ന് വിൽപ്പനയ്ക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ മെജോറിറ്റി സേഫ്റ്റി കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. ഓഫ് കോഴ്സ് സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ആ സൈഡ് എഫക്ട്സ് നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പോൾ അത് നമുക്ക് വാച്ച് ചെയ്ത് പോകാം. അൺഫോർച്ചുനേറ്റ്ലി ആയുർവേദത്തിനും ഹോമിയോയ്ക്കും രണ്ടിനും ആ ഒരു പ്രോസസ്സ് ഇല്ല. ആർക്ക് വേണം എപ്പോൾ വേണമെങ്കിലും മരുന്നിറക്കാം. അതിനകത്ത് എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞൂടാ. അതിനകത്ത് അവർക്ക് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു കൺട്രോൾ ഇല്ല. അതുകൊണ്ട് പ്രോബ്ലം തന്നെയാണ്. ഇപ്പം ഏത് മരുന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ധാരാളം ആയുർവേദം കഴിക്കുന്ന മരുന്നുകൾക്ക് ഈ രീതിയിലുള്ള ഡാമേജ് വരാം. കാരണം പലപ്പോഴും അതിനകത്ത് ഒത്തിരി ഫാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. സോ സിമ്പിളി പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പലപ്പോഴും ഞങ്ങൾ അത് കഴിച്ച് വരുന്ന ഈ കുട്ടികൾക്കൊക്കെ അവരുടെയൊക്കെ ലിവർ നല്ല ഫാറ്റി ആയിട്ട് വരും. അത് കാരണം ഒബ്വിയസ്ലി അത് ഒത്തിരി എണ്ണ ഉള്ള നെയ്യാണല്ലോ, അതിൻ്റെയൊക്കെ ഡാമേജ് വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ സാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ലിവർ ഡാമേജ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ലിവർ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം? അതിൽ നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊന്ന് പറഞ്ഞുതരും. അതും അതിനെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. എല്ലാവരും ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഒട്ടും നല്ലതല്ല, വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ഇൻ എ വേ, ഒരു ബ്രോഡ് സെൻസിന് അത് കറക്റ്റ് തന്നെയാണ്. വെജിറ്റേറിയൻ ഫുഡ് ഈസ് ഡെഫിനറ്റ്ലി ഗുഡ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ലിവറിന് അത്ര നല്ലതല്ല. അതും നമ്മുടെ മലയാളികളുടെ ഡയറ്റിന് ഒരു പ്രോബ്ലമാണ്. എവറി ഡേ ചോറ് എന്ന് പറയുന്ന സാധനം അത് കണ്ടമാനം കഴിക്കും. അത് ഒരു ലെവൽ വിട്ട് കഴിക്കുന്ന ഒട്ടും നല്ലതല്ല. സോ എല്ലാത്തിനകത്തുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു സാധനം കഴിച്ചുകൂടാന്ന് അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ആർത്തി വരും. എല്ലാം മിതമായിട്ട് കഴിക്കണം. ഷുഡ് ബി. സോ പ്രോട്ടീൻസ് ആണ് ലിവറിന് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻസ്. അപ്പം കാർബോഹൈഡ്രേറ്റ് കുറച്ച്, ഫാറ്റ് കുറച്ച്, പ്രോട്ടീൻസ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ലത്. പ്രോട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണയുള്ള കാര്യങ്ങൾ തന്നെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ പയർവർഗ്ഗങ്ങൾ, പനീർ, പിന്നെ ഓഫ് കോഴ്സ് ഫിഷ്, ഈവൻ മീറ്റും. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. മുട്ട, അതൊക്കെ എല്ലാവരും മുട്ട കഴിക്കില്ല, കൊളസ്ട്രോൾ കൂടുന്നുള്ളത്. ആക്ച്വലി അത് നമ്മൾ 1-2 മുട്ട കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ WHO തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് മുട്ട കഴിക്കാൻ വേണ്ടി. സോ അത് പക്ഷേ എങ്ങനെ കുക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ബോയിൽഡ് എഗ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. അതേ മുട്ട എടുത്ത് നമ്മളൊരു ചീസ് ഓംലെറ്റ് ആയിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുന്നത് മാത്രമല്ല അത് ഡാമേജിങ് ആകും. സോ നമ്മുടെ കുക്കിങ്ങിൻ്റെ രീതിയാണ് പ്രശ്നം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന് ടേസ്റ്റ് കൂടുന്തോറും അത് അൺഹെൽത്തി ആകും. ബിക്കോസ് ഈ ഫാറ്റും ഷുഗറുമാണ് അതിനെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബേക്കറി ഐറ്റംസ് നമ്മുടെ സാധാരണ ഉള്ള സംഭവമാണ്, അറിയാമല്ലോ, വട, സമോസ, പഫ്, ഈ സാധനങ്ങളൊക്കെ വളരെ അൺഹെൽത്തിയാണ്. അതിനകത്തെല്ലാം നേരത്തെ പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയും, അത് വളരെ അൺഹെൽത്തിയാണ്. ഫാറ്റ്സിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി. അത് നമ്മുടെ ഫിഷിനകത്തും ഒക്കെ ഉണ്ട്. ഈവൻ റെഡ് മീറ്റിനകത്ത് അത് കുറച്ച്
ഈ അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് കുറവും മറ്റ് സാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് കൂടുതലുമാണ്. റെഡ് മീറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പം സോ ബേസിക്കലി അതാണ് സംഭവം. കൂടുതലും പ്രോട്ടീൻ ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ പിന്നെ ഓഫ് കോഴ്സ് എക്സസൈസ്. നമ്മൾ എല്ലാ ദിവസവും വെയിറ്റ് ഓരോ കിലോ വെയിറ്റ് കൂടുന്തോറും മെജോറിറ്റി വെയിറ്റ് അത് നമ്മുടെ ഫാറ്റിൻ്റെ വെയിറ്റാണ്. അല്ലെങ്കിൽ ഈ ജിമ്മിൽ പോയിട്ട് ഭയങ്കരമായിട്ട് മസിൽ കൊണ്ട് വയ്ക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഈ അഗെയിൻ സിമ്പിൾ അതിൻ്റെ നോട്ടീസ് നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ് ആണ്. വെയ്സ്റ്റ് സർക്കംഫറൻസ് ഓരോ ഇഞ്ച് കൂടുന്തോറും നമ്മുടെ എല്ലാ അവയവങ്ങളെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ്. ഇപ്പോൾ സാർ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജിമ്മിൽ പോകുന്നവർക്ക് പൊതുവെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അവർ തന്നെ റെക്കമെൻഡ് ചെയ്യും വിത്തൗട്ട് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡോക്ടർ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ കരളിനെ ബാധിക്കണതെന്ന് പറയാം. വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസിൻ്റെ അർത്ഥം തന്നെ അത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. വളരെ ചെറിയ എമൗണ്ട് മതി. നമ്മുടെ സാധാരണ ഒരു നല്ലൊരു ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് വൈറ്റമിൻസ് കിട്ടും, പ്രശ്നം വരേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാ ദിവസവും വൈറ്റമിൻ കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് കാരണം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ അടുത്ത 6 മാസമൊക്കെ അത് മതി. പിന്നെ ഈ ജിമ്മിൽ പോയിട്ടുള്ള എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് എല്ലാം അത് ഈ കോമ്പറ്റീഷൻ ടൈപ്പ് പോകുന്ന ആൾക്കാർക്കെല്ലാം വേണം. കാരണം അവർ അത്രയും അധികം എക്സസൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് ഗെയിംസിനൊക്കെ പോകുന്നവർക്ക് അവർക്ക് വേണ്ടിയിരുന്നില്ല. നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. മനസ്സിലായില്ല? അത് വളരെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ എക്സസൈസ് ചെയ്യില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 കിലോമീറ്റർ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി വിൽ സ്പെൻഡ് അബൌട്ട് 450 കാലറീസൊക്കെ വരുള്ളൂ. അത് നമ്മൾ കാലത്ത് കഴിക്കുന്ന ദോശയും ചായയും ചട്നിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 350 കാലറി അതിനകത്തങ്ങ് പോകും. പിന്നെ ബാക്കി വരുന്ന എല്ലാം എക്സ്ട്രാ ആണ്. എൻ്റെ കൂടെ ഒരു 2 പഴം കഴിച്ച് കഴിഞ്ഞാൽ തീർന്നു, അപ്പം തന്നെ കാലറി എല്ലാം ആയി. സോ അതെല്ലാം എമൗണ്ട് കുറവാണെന്ന് പറയും. എല്ലാവരും പറയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ, പക്ഷേ അതിൻ്റെ അകത്തുള്ള കാലറി വളരെയധികം കൂടുതലാണ്. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈസിലി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലിവർ എന്നുള്ളത്. സോ സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു.